കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. മലങ്കര സഭ ഫാമിലിക്ക് മാനുഷികമായ നിലയിൽ ഒരു വലിയ നഷ്ടമാണ് കുന്നുമ്മേൽ അച്ഛൻ്റെ വേർപാട്. എന്നാൽ സ്വർഗത്തിൻ്റെ പ്ലാൻ അതായിരുന്നു. കർത്താവ് തൻ്റെ വേലയെ താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അത് പൂർത്തീകരിക്കുവാൻ കർത്താവ് ഇടയാക്കി. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ചില അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. 1991 സാജു അച്ഛൻ അമേരിക്കയിൽ വരുമ്പോൾ അച്ഛനെ കാണുവാനും പരിചയപ്പെടുവാനും എനിക്ക് അവസരം കിട്ടി. അത് കഴിഞ്ഞ് അച്ഛൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ത്യയിൽ വരുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1992 ഞാൻ അച്ഛനെ കാണുവാനായിട്ട് ചീനിക്കുഴി എന്ന് പറയുന്നതായ സ്ഥലത്ത്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, ആരാധന. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവരെ വിളിച്ചു ഒന്നുമില്ല. ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു. ചീനിക്കുഴി ചെന്നപ്പോൾ അച്ഛൻ്റെ വീട് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു മനുഷ്യരെയും കണ്ടില്ല. ആ ചെറിയ ഗ്രാമത്തിൽ, ഒരു ചെറിയ ടൗണ് പോലെയുള്ളിടത്ത് ഒരു മനുഷ്യരുമില്ല. അപ്പോൾ എവിടെയാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറയാനുള്ള കാരണം അച്ഛനെ കുറിച്ചുള്ളതായ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കള്ള് ഷാപ്പുണ്ട്. ആ കള്ള് ഷാപ്പില് ഒരു മനുഷ്യന് ഇങ്ങനെ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടു. ഞാനപ്പോൾ വേറെ ആരുമില്ലല്ലോ. ഈ കള്ള് ഷാപ്പിലെ മനുഷ്യനോട് ചോദിച്ചു, ഇവിടെ കുന്നുമ്മേൽ അച്ഛൻ ഒരു ആരാധന ഉണ്ടല്ലോ, അത് എവിടെയാണ്? അപ്പോൾ ആരാധന എവിടാണെന്ന് പറയാതെ അച്ഛനെ കുറിച്ചാണ് ആ കള്ള് ഷാപ്പിന്റെ ഉടമ എന്നോട് പറഞ്ഞത്. കുന്നുമ്മേൽ അച്ഛന് ഒരു നല്ല ദൈവദാസനാണ്. പുള്ളി ഇവിടുത്തെ മനുഷ്യരെ പോലെ കൊള്ളരുതാത്തവരൊന്നുമല്ല, നല്ല സന്മാർഗിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്, സൗമ്യനാണ്. ഒരു കള്ളുഷാപ്പുകാരന്റെ സാക്ഷ്യമാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. എവിടെയാണെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ ആരാധന. ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്താണ്, ഉടുമ്പന്നൂർ എന്ന് താൻ പറഞ്ഞതു. ഞാൻ അവിടെ നിന്ന് ഒരു ബസ് എടുത്ത് ഉടുമ്പന്നൂരിൽ ഇറങ്ങി അവിടെ സഭായോഗത്തിന് സംബന്ധിച്ചു. അങ്ങനെ അന്ന് സന്ധ്യയായ സമയത്ത് അച്ഛന്മാരാരും അവിടെ ഇല്ലായിരുന്നു. അവർ വേറെ എവിടെയോ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോയിരിക്കുകയായിരുന്നു. സന്ധ്യയായപ്പോൾ അവര് ആരാധന, എനിക്ക് തോന്നുന്നത് കൊച്ചമ്മ വിളിച്ച് പറഞ്ഞു കാണും ഞാൻ വന്നെന്ന്. അവര് പതിവിൽ നേരത്തെ അവിടെ ഭവനത്തിൽ കടന്നു വരുവാനും ആദ്യമായി കുന്നുമ്മേൽ അച്ഛനെ കാണുവാനായിട്ടുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചു. അതിനു മുൻപായിട്ട് പെന്തക്കോസിന്റെ ആരംഭകാലത്തുള്ളതായ എല്ലാ ദൈവദാസന്മാരുമായിട്ട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അവരെ എല്ലാം എനിക്ക് നേരിട്ടറിയാം. അവരുടെ ചില പേരുകൾ ഞാൻ പറയട്ടെ. ചർച്ച് ഓഫ് ഗോഡിന്റെ അന്നത്തെ കാലത്തെ ലീഡറായിരുന്ന പാസ്റ്റർ TM വർഗീസ്, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ അന്നത്തെ സീനിയർ ആയിരുന്ന പാസ്റ്റർ AC സാമുവല്, IPCയുടെ പ്രധാന 4 ശുശ്രൂഷകന്മാരാണ് അന്നുണ്ടായിരുന്നത്. പാസ്റ്റർ KE എബ്രഹാം, പാസ്റ്റർ VT തോമസ്, പാസ്റ്റർ PM സാമുവല്, പാസ്റ്റർ KC ചെറിയാൻ. ഇവര് 4 പേരായിരുന്നു IPCയുടെ ആദ്യകാലത്തെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാര്. ഇവരെ എല്ലാം എനിക്ക് നേരിട്ട് പരിചയവും അവരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിശ്രമിക്കുകയും ചെയ്ത. ഞാനിത് പറയുന്നതിന്റെ കാര്യം, ഇവരുടെ കൂട്ടത്തിൽ ഒട്ടും കുറഞ്ഞ ഒരു വ്യക്തി അല്ലായിരുന്നു കുന്നുമ്മേൽ അച്ഛൻ. പാസ്റ്റർ KE എബ്രഹാമിന് ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു നല്ല ലീഡറായിരുന്നു. ചെറു പൈതലാണെന്ന് വെച്ചാലും അവരെ നല്ല നിലയിൽ കൊണ്ടുവരുവാൻ താൻ വളരെ സമർത്ഥനായിട്ട് പരിശീലിപ്പിച്ചതായ ഒരു സ്വഭാവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതെനിക്ക് എല്ലായ്പ്പോഴും ഓർക്കുവാൻ സാധിക്കുന്നതായ
ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ അതെ, കുന്നുമ്മേൽ അച്ഛന് അങ്ങനെ ഒരു വലിയ സൽസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. രണ്ടാമതായിട്ട് പാസ്റ്റർ കെ എബ്രഹാമിൽ ഞാൻ കണ്ടിട്ടുള്ളതായ ഒരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ദൈവദാസന്റെ കയ്യിൽ ആരെങ്കിലും കൊണ്ടുവന്ന് കയ്യിൽ എന്തെങ്കിലും കൊടുത്താൽ അടുത്ത് വരുന്ന ആരെങ്കിലും പ്രയാസമുള്ള ആളെന്ന് കണ്ടാൽ, ഞാൻ കണ്ടിട്ടുള്ളതാണ് അല്ലാതെ കേട്ടിട്ടുള്ളതല്ല, താൻ ആ വരുന്ന ആളിന് ആ മറ്റ് തന്ന ആള് അത് അതേപടി കൊടുക്കുന്നതായ ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ കുന്നുമ്മേൽ അച്ഛന് ഞാൻ ഒരിക്കൽ പ്രത്യേകിച്ച് അച്ഛന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമെന്ന് പറഞ്ഞു ഏൽപ്പിച്ചതായ കാശ് അദ്ദേഹം പലർക്കായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് ഞാൻ കാണുകയുണ്ടായി. ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു ചായു പോലും തന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. താൻ താമസിച്ചതായ വീട് 100 വർഷത്തിനു മുമ്പ് തന്റെ പിതാവ് ഉണ്ടാക്കിയതായ വീടാണ്. ആ വീട്ടിലാണ് ഇന്ന് പകൽക്കാലം ശവസംസ്കാര ശുശ്രൂഷ നടന്നത്. തൻ്റെതായിട്ട് താൻ ജീവിതത്തില് യാതൊന്നും സേവിച്ചിട്ടില്ല. താൻ സേവിച്ചത് മലങ്കര സഭയ്ക്ക് വേണ്ടി ആണ്. താൻ മുഴുവനും തൻ്റെ ജീവിതത്തെ താൻ സമർപ്പിച്ചു കൊടുത്തത്. മൂന്നാമതായിട്ട് തന്നിൽ ഞാൻ കണ്ടതായ ഒരു വലിയ സ്വഭാവം, ശ്രേഷ്ഠന്മാർക്ക് മാത്രമുള്ളതായ ഒരു സ്വഭാവമാണ് കൂടെയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതായ ഒരു സ്വഭാവം. അതെ, ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും അവനെ അതിനകത്ത് കയറ്റി നിർത്തിയിട്ട് അതിൽ നിന്ന് പാസ്റ്റർ കെ എബ്രഹാം ഒരിക്കല് എന്നോട് പറഞ്ഞ് ഏറ്റു പറയാനോ, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടാ, സാറിന്റെ വാക്കുകൾ എനിക്കറിഞ്ഞുകൂടാ, സാറ് പറയുന്നതായ നിലയിൽ എനിക്ക് പറയാനുള്ള കഴിവില്ല. മോനെ, നീ എൻ്റെ കൊച്ചുമോന്റെ പ്രായമേ ഉള്ളൂ, നീ ഇവിടോട്ട് കയറി നില്ല, നിന്റെ ശബ്ദം നിനക്ക് നല്ലതുപോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്ന ചെറുക പറയലും, ഞാൻ നിന്നെ ശാസിക്കൊന്നുമില്ല, ഞാൻ നിന്നോട് ശാന്തമായിട്ട് എന്ന് പറഞ്ഞതുപോലെ മലങ്കര ചർച്ചിലുള്ളതായ ചെറിയ ശുശ്രൂഷകനെയും എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നതാണ് കുര്യാച്ചൻ പാസ്റ്ററൊക്കെ. കാരണം ഞാൻ വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ കുറെ ദിവസങ്ങൾ ചെലവഴിക്കുന്നെന്നുള്ളതേ ഉള്ളായിരുന്നു. അവരെയൊക്കെ ഈ നിലയിൽ കൊണ്ടുവന്നതിന് വലിയൊരു പങ്ക് കർത്താവിന്റെ ദാസൻ വഹിച്ചു എന്നുള്ളത് എൻ്റെ ദൃഷ്ടി കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരിക്കൽ ഞാന് 30 ദിവസത്തെ യോഗം എനിക്ക് വേണ്ടി ക്രമീകരിച്ചു. 30 ദിവസത്തെ യോഗത്തിൽ ഒരു ദിവസം 3 പ്രസംഗമാണ്. 3 സ്ഥലത്താണ് ഈ 30 ദിവസത്തെ യോഗം. ഏകദേശം 90-ൽ പരം മീറ്റിംഗ് ഒരു മാസം കൊണ്ട്. കേരളത്തിന്റെ ഒരു കോണർ പോലെ അങ്ങേ കോണർ വരെ. അച്ഛൻ ഒരു നിർബന്ധമുണ്ട്, വീട്ടിൽ വന്നേ അച്ഛൻ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ മാത്രം പോയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നില്ല. ബാക്കി എവിടെ പോയാലും അച്ഛന് വീട്ടിൽ വരണം. രാവിലെ 5 മണിക്ക് ഇറങ്ങുന്ന അച്ഛൻ രാത്രി 2 മണിയാകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. നല്ലതുപോലെ ഇറച്ചി മീനും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആരോഗ്യമുണ്ട്, കുഴപ്പമില്ല, ഒരു പ്രയാസവുമില്ല. എന്നാൽ ഈ ദൈവദാസൻ അതൊന്നും കഴിക്കത്തില്ല. താൻ അല്പം ചോറും ശകലം തേങ്ങാ സംബന്ധിയും ഇത് മാത്രമേ തന്റെ ആഹാരമുള്ളൂ. രാവിലെ ഒരു ഗ്ലാസ് കാപ്പിയോ ചായയോ കുടിക്കും, ഉച്ച കഴിഞ്ഞിട്ട് ഒരു ശാലം ചായയോ കാപ്പിയോ കുടിക്കും. ഇത് ഞാൻ കണ്ടിട്ടുള്ള, ഇനിയും നിങ്ങളൊക്കെ ഇതിനപ്പുറത്ത് കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ കണ്ടിട്ടുള്ളത് ഈ ശകലം കഞ്ഞിയോ അല്ലെങ്കിൽ ഒരു ശകലം ചോറോ ഇതല്ലാതെ യാതൊരു കാര്യവും ഈ ദൈവദാസൻ ഭക്ഷിക്കുകയില്ല. യോഹന്നാൻ സ്നാപകനെ പറഞ്ഞതുപോലെ അതെ, കാട്ടുതേനും കാടപ്പക്ഷിയും കഴിച്ചെന്ന് പറഞ്ഞതുപോലെ കഞ്ഞിയും അതെ സംബന്ധിയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആഹാരം. എന്നാലും ആ 30 ദിവസത്തിൽ എനിക്ക് തോന്നുന്ന 20 ദിവസവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാന് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ദൈവദാസ പാസ്റ്ററും അത് CB ആൻഡ്രൂസ് ദൈവവചനം സംസാരിപ്പാൻ ആ സമയം ഞാൻ എടുക്കുന്നില്ല, ഞാനത് ഷോർട്ട് ചെയ്യാൻ പോവുകയാണ്. വേറെ ഒരു കാര്യം, ഈ 30 ദിവസത്തിൽ ഞാൻ വേറെ അനേക ദിവസങ്ങളുണ്ട്. ഈ ദൈവദാസനിൽ നിന്ന് എനിക്കൊരു പ്രസംഗം കേൾക്കാൻ വലിയ ആഗ്രഹമായിരുന്നു.
ചെല്ലുന്നിടത്ത് ഒന്നും താൻ പ്രസംഗിക്കത്തില്ല. എന്നോട് പറയും, പാസ്റ്റർ പ്രസംഗിക്കണം, പാസ്റ്ററെ കേൾക്കാനാണ് ഇവരെല്ലാം കൂടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അച്ഛാ, എന്നെ കേൾക്കുന്നതിനേക്കാളിൽ ഇവർക്ക് എല്ലാം ആഗ്രഹം അച്ഛനെ കേൾക്കുന്നതാണ്. അതുകൊണ്ട് അച്ഛനൊന്ന് സംസാരിക്കണം, ഞാൻ ഇനി പ്രസംഗിക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു പറഞ്ഞപ്പോൾ ഒരു ദിവസം താന് ദൈവവചനം സംസാരിച്ചു. വളരെ അനുഗ്രഹമായ ഒരു മെസ്സേജ്. വാര്യാപുരത്ത് വന്ന ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ യോനാച്ചാനുള്ള കാലമാണ്. യോനാച്ചായന്റെ ശബ്ദത്തിനേക്കാൾ ഒരു കുറവും അല്ലായിരുന്നു. അതേ കുന്നുമ്മേൽ അച്ഛന്റെ ആത്മനിറവിലുള്ളതായ ആ ശുശ്രൂഷകള് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതായ ശ്രേഷ്ഠന്മാരിൽ ഒരുവനായിരുന്നു ഈ ദൈവദാസൻ എന്നുള്ളതിന് എനിക്കൊരു സംശയവുമില്ല. തന്നെ കാണുവാനും തന്നോട് ഒരുമിച്ച് അനേക വർഷങ്ങള് അതേ ചെലവഴിപ്പാനും കർത്താവ് എനിക്ക് തന്നത് ഒരനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ വാക്ക് ഇനി നീട്ടുന്നില്ല. ദൈവവചനത്തിന്റെ മുൻപാകെ നാം ഇരിക്കാൻ പോവുകയാണല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. കർത്താവിന്റെ ദാസനിലൂടെ കുന്നുമേലച്ചനെ കുറിച്ചുള്ള നല്ല ഒരു അനുസ്മരണം നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞു. കർത്താവിന്റെ ദാസൻ പ്രിയ PP തങ്കച്ചൻ പാസ്റ്റർ ശുശ്രൂഷ ലീഡ് ചെയ്തല്ലോ. അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് യാത്ര ചെയ്ത് ഇപ്പോഴാണ് വീട്ടിലെത്താനായിട്ട് കഴിഞ്ഞത്. ഞാൻ ഒന്ന് രണ്ട് വാക്ക് കൂടെ സക്കറിയ പാസ്റ്റർ പറഞ്ഞതിനോട് ചേർത്ത് പറയട്ടെ. ഇന്ന് ഫ്യൂണറൽ സർവീസ് നടക്കുമ്പോൾ വളരെ സങ്കടകരമായ ഒരു വാക്ക് ഒരു ഓർത്തഡോക്സിലെ ഒരു അച്ഛൻ ഇങ്ങനെ പറയാനിടയിൽ. അച്ഛനുമായിട്ട് വളരെ അടുത്ത് പരിചയമുള്ള ആളാണ്. എന്നാൽ പരിചയം മാത്രമല്ല, ആഴമായ ഗുരുശിഷ്യ ബന്ധമുള്ള ഒരു അച്ഛനാണ്. പക്ഷെ താൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പാദം ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ മലങ്കര ചർച്ച് ഇങ്ങനെ രൂപപ്പെടുത്താനൊക്കെ ഇടയായതെന്ന്. എൻ്റെ ഉള്ളിൽ അത് ഭയങ്കര വേദനയുണ്ടാക്കി. കാരണം അച്ഛൻ സമുദായത്തിലായിരുന്ന സമയത്ത് വാര്യാപുരത്ത് യോനാച്ചായന്റെ അടുത്തൊരിക്കൽ പ്രാർത്ഥിക്കാൻ പോയ ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാഹചര്യത്തിൽ മറ്റ് ദൈവദാസന്മാരുണ്ടായിരുന്നു. അന്ന് സമുദായത്തിൽ നിൽക്കുകയാണ്. അന്നേരം പ്രിയ യോനാച്ചായന് ശക്തമായ ഒരു ദൂത് പറഞ്ഞു. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടിവിച്ച് കനാനിലേക്ക് കൊണ്ടുപോകാൻ മോശയെ തിരഞ്ഞെടുത്തതുപോലെ സാമുദായിക കെട്ടുപാടുകൾ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു. നീ അതിനുവേണ്ടി ശക്തമായ നിലകൊള്ളണമെന്ന് അച്ഛനോട് പറഞ്ഞ ഒരു ദൂത് സമുദായത്തിൽ നിൽക്കുമ്പോൾ, അന്ന് യാക്കോബായ സഭയിലെ കാതോലിക്ക ബാവയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അച്ഛൻ നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലല്ല മലങ്കര ചർച്ച രൂപം കൊണ്ടത്. അത് വ്യക്തമായ ദൈവത്തിന്റെ നിയോഗമായിരുന്നു. കുന്നുമേലച്ചന്റെ മേൽ ശക്തമായ ദൈവത്തിന്റെ ഒരു വിളിയും ഒരു വലിയ നിയോഗവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1990 ഈ കൂട്ടായ്മ രൂപം കൊള്ളാനിടയായത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അച്ഛൻ എൻ്റെ ഒരു ആത്മീയ പിതാവാണ്. എന്നെ ആത്മീയ ജീവിതത്തിൽ വളർത്തിയതിൽ ശുശ്രൂഷയിൽ എല്ലാം വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് എൻ്റെ കുടുംബജീവിതത്തിൽ. ഞാൻ ഒന്ന് രണ്ട് അനുഭവം കൂടെ ചേർത്ത് പറഞ്ഞിട്ട് സക്കറിയ പാസ്റ്റർ വചനം ശുശ്രൂഷിക്കാൻ വേണ്ടി സമയം എടുക്കും. സമുദായ പള്ളിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് കണ്ണാറയിൽ കൂട്ടായ്മ നടക്കുന്ന സമയം ഞാൻ ഒരു വീട് പണിത് ആ വീടിന്റെ സമർപ്പണ ശുശ്രൂഷ നടത്താൻ അന്ന് യാക്കോബായ ഞാനായിരുന്ന പള്ളിയിൽ നിന്ന് അച്ഛനും ആളുകളും കടന്നു വന്നില്ല. കാരണം പറഞ്ഞത് കൂട്ടായ്മയിൽ പോകുന്നു, പള്ളിക്കെതിരായി പ്രസംഗിക്കുന്നു എന്നൊക്കെയാണ് കാരണം പറഞ്ഞത്. ഈ കാര്യം കുന്നുമേലച്ചൻ അറിഞ്ഞപ്പോ തൊടുപുഴയിൽ നിന്ന് അച്ഛനും അതുപോലെ സാജു വർഗീസ് അച്ഛനും മറ്റ് ദൈവദാസന്മാരും കൂടെ അന്നത്തെ ഒരു അംബാസഡർ കാറിൽ കണ്ണാറിയിൽ കടന്നു വന്ന് എൻ്റെ വീടിന്റെ സമർപ്പണ പ്രാർത്ഥന നടത്തി. യാക്കോബായ സഭയോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ഭയങ്കര നിലപാടുകൾ സഭ എടുക്കും. ഒരു ഭദ്രാസനത്തിൽ മറ്റൊരു സ്ഥലത്ത് പോകണമെങ്കിൽ അവിടുത്തെ അച്ഛൻ്റെ തിരുമേനിയുടെ അനുവാദം വേണം. പക്ഷെ അച്ഛൻ അന്ന് പറഞ്ഞത് സുവിശേഷത്തിനു വേണ്ടിയും സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ദൈവമക്കളോട് കൂടെ നിൽക്കണം എന്നുള്ള തീരുമാനം അച്ഛൻ അന്നേ ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹാലോചന നടത്തിയത് കുന്നുമേലച്ചനാണ്. എൻ്റെ ഭാര്യ പിതാവിനോട് ഈ കാര്യം സംസാരിക്കാൻ അന്നുണ്ടായിരുന്ന ഫിലിപ്പ് സാറുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കാനിടയായത്. കർത്താവിന്റെ ദാസി ശുശ്രൂഷയോടുള്ള ബന്ധത്തിലിരിക്കുന്ന ഏറ്റവും ഒരു അനുഗ്രഹമാണ്.
ഞാൻ മറ്റൊന്ന് രണ്ടൊരു അനുഭവങ്ങൾ എപ്പോഴും ഓർക്കുന്നത്, ഞാൻ ശുശ്രൂഷയ്ക്ക് കണ്ണാറെ നിൽക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം അനുഭവപ്പെട്ടപ്പോൾ അന്ന് എനിക്ക് തോന്നി ഞാൻ ഉണ്ടായിരുന്ന വീട് സ്ഥലം വിൽക്കാനിടയായി. അത് വിറ്റ് അത് ബാങ്കിലിട്ട് അതിൻ്റെ വരുമാനം കൊണ്ടാണ് 90 മുതൽ 95 വരെയുള്ള സമയം സുവിശേഷ വേലയുമായിട്ട് മുന്നോട്ട് പോയത്. 95-ലാണ് കുഞ്ഞുമലച്ചൻ ഈ കാര്യം അറിയുന്നത്. ഇങ്ങനെ സ്ഥലം വിറ്റ് പൈസ ബാങ്കിലിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് അച്ഛൻ അറിഞ്ഞപ്പോൾ അച്ഛൻ ഒരു ദിവസം കണ്ണാറെ വന്നു. അന്നത്തെ കൂട്ടായ്മയിൽ കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാക്കന്മാരായിട്ട് ലഭിച്ചത് അത് മക്കൾ ചോദിക്കുന്ന ആളെ അത് അപ്പനെ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റം വരാൻ പാടില്ല. അതുകൊണ്ട് ആ പൈസ എടുത്ത് ഏതെങ്കിലും കിട്ടുന്ന സ്ഥലം വാങ്ങിയിട്ടേക്കണം, സഭയിൽ നിന്നൊരു വരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞ് അന്ന് സഭയിൽ സംസാരിച്ച 1000 രൂപ അന്ന് മുതൽ അലവൻസ് ക്രമീകരിച്ച് ഞാൻ ഓർക്കുന്നു. അച്ഛൻ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകിയ കൈത്താങ്ങൽ. 2005-ലാണ് ഞാൻ വയനാട്ടിലേക്ക് കടന്നു പോകുന്നത്. വയനാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ പാസനേജിൽ നിന്നൊരു വീട്ടിലേക്ക് താമസം മാറിയ സമയത്താണ് വയനാട്ടിലേക്ക് പോകേണ്ട ഒരു നിയോഗം ഉള്ളിലുണ്ടായത്. കാരണം ഓരോ കൗൺസിൽ കൂടുമ്പോഴും വയനാട്ടിൽ പോകാനായിട്ട് ആളില്ല. ഒരു ദിവസം ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ ഇടപെട്ടു. എന്തുകൊണ്ട് മറ്റുള്ളവരോട് പോകാൻ പറയുന്നു, നിനക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ എന്നുള്ളൊരു ശബ്ദം ഞാൻ കേൾക്കുകയായിരുന്നു. ഞാനത് കുഞ്ഞുമലച്ചനോട് പറഞ്ഞു, അച്ഛൻ ആരും പോകാനില്ലെങ്കിൽ ഞാൻ പോകാം. അപ്പോ ഞാൻ എൻ്റെ മോള് 10ാം ക്ലാസ്സിൽ പട്ടിക്കാട് സ്കൂളിൽ ചേർത്തു. ക്ലാസ് തുടങ്ങി. 10ാം ക്ലാസ്സിലെ വീട്ടിലേക്ക് പാഴ്സനേജിൽ വീട്ടിലേക്ക് താമസം മാറിയതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ പോയിക്കോ, എല്ലാ കൈത്താങ്ങലും നൽകാം. അങ്ങനെ ഞാൻ വയനാട്ടിൽ ചെന്ന് 6 മാസമായപ്പോൾ അച്ഛനും അമ്മായിയും കൂടെ അന്ന് വയനാട്ടിൽ അത്തേലത്ത് വന്നു. അത്തേലത്ത് വന്ന സമയത്ത് ചെറിയ ഒരു പാഴ്സനേജ്, അന്ന് പാഴ്സനേജിനകത്ത് ബാത്റൂം ഒന്നും ഇല്ല. ബാത്റൂം പുറത്ത് കുറച്ച് മാറിയിട്ട് ഒരു പഴയ ഒരു സംവിധാനത്തിലുള്ള ഒരു കക്കൂസാണ്. അപ്പൊ അച്ഛനൊന്ന് വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ അന്ന് ഗസ്റ്റായിട്ട് വരുന്നവരൊക്കെ പുന്നാശ്ശേരിയിലെ ജോയിച്ചേട്ടന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ വീട് അന്ന് സൗകര്യമുണ്ട്. അപ്പോൾ ജോയിച്ചേട്ടൻ എന്ന് പറഞ്ഞു, അച്ഛ കിടക്കാനായിട്ട് അച്ഛൻ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ കുഞ്ഞുമലച്ചൻ പറഞ്ഞു, അല്ല, ഞാനിന്ന് ഈ പാസേജിലാണ് കിടക്കുന്നത്. ഒരു വീട് പണിതിട്ട് താമസമാക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് കുര്യാച്ചൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞാനിന്ന് ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് അച്ഛൻ പറഞ്ഞ വാക്ക് ഞാനിങ്ങനെ ഓർക്കുന്നു. അന്ന് ഞങ്ങളോട് ഒന്നിച്ച് ആ പാഴ്സനേജിൽ ഇടുങ്ങിയ അസൗകര്യത്തിൽ പഴയ ടോയ്ലറ്റ് ഉപയോഗിച്ച് അച്ഛൻ അവിടെ താമസിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, സുവിശേഷത്തിന് വേണ്ടി ശക്തമായൊരു നിലപാടെടുക്കാൻ, നിലകൊള്ളാൻ, അനേക ദൈവദാസന്മാരെ വാർത്തെടുക്കാൻ ഒക്കെ കർത്താവിന്റെ ദാസന് ദൈവം ഉപയോഗിച്ചു. അത് മലങ്കര ചർച്ചിന്റെ ഒരു നല്ല കാലഘട്ടമായിരുന്നു. അതുപോലെ ശക്തരായ ശുശ്രൂഷകന്മാർ ദൈവസഭയ്ക്ക് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഒരു മോശയ്ക്ക് ശേഷം ഒരു യോശുവായെ ദൈവം എഴുന്നേൽപ്പിച്ചു. മലങ്കര ചർച്ചിൽ യോശുവമാർ എഴുന്നേൽക്കണം. സഭ മുന്നോട്ട് പോകാൻ ദൈവം ശക്തമായ ശുശ്രൂഷകന്മാരുണ്ടാകണം. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും മലങ്കര ചർച്ചിനെ ഓർത്തും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമല്ലോ. അച്ഛനിലൂടെ ആരംഭിച്ച ഈ പ്രവർത്തനം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുവാൻ അനേക സഭകൾ ഇനിയും രൂപം കൊള്ളുവാൻ, അനേകർ വേർപെട്ടു വരാൻ എല്ലാം ഇടയായിട്ട് തീരട്ടെ. ഞാനും പാസ്റ്റർ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ചില അനുഭവങ്ങൾ ചേർത്ത് പറയണം. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നവര് മലങ്കര ചർച്ച് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് അറിയാത്ത ആളുകൾ കൂടെ കണ്ടേക്കാം. ഞാൻ ഒരു വാക്കുകൂടെ പറയുന്നു. മലങ്കര ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സുവിശേഷ സംഘടന യാക്കോബായ സഭയിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ അച്ഛനാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ആ സുവിശേഷ സംഘടനയിലൂടെ അനേകം ആളുകൾ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ അവർ സുവിശേഷ സത്യങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങി. അത് മുഖാന്തരം പള്ളിയിൽ നിന്ന് ഭയങ്കര എതിർപ്പുകൾ വന്നു. പല സ്ഥലത്തും കൂട്ടായ്മയിൽ പോകുന്നവരെ പള്ളിക്കാര് എതിർത്ത് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരർത്ഥത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം, അന്ന് ആ പ്രതിസന്ധികളാണ് വേഗത്തിൽ മുന്നോട്ട് ചുവടുവയ്ക്കാൻ കാരണമായത്. എന്നാൽ അതിന്റെ പിന്നിലെ ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാളുകൾക്ക് മുമ്പുള്ള നിയോഗമാണ്. മിസ്രൈമിൽ നിന്ന് മോശയെ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ വിടിവിച്ചതുപോലെ സാമുദായിക കെട്ടുപാടിൽ നിന്ന് അനേകരെ പുറത്തു കൊണ്ടുവരാൻ
കുന്നുമേലച്ചനെ ദൈവം അതിനു വേണ്ടി ഉപയോഗിച്ചു. കൂടിയുള്ള ദൈവദാസന്മാർ, സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ ഇനിയും കർത്താവ് സഹായിക്കട്ടെ. ആൻഡ്രൂസ് പാസ്റ്ററും ആ സഭയോർത്ത് പ്രാർത്ഥിക്കണേ. തുടർന്ന് കർത്താവിന്റെ ദാസന് ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം, ആൻഡ്രൂസ് പാസ്റ്റർ സഭയ്ക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. സന്തോഷം. കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ഏൽപ്പിക്കും. ഒരു സംശയമുണ്ട്. ഈ സാജു അച്ഛനാണോ? സാജു അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. പൗലോസ് അച്ഛന്റെ മറ്റൊരു പേരാണോ സാജു അച്ഛൻ? അല്ല അല്ല അല്ല. ഓക്കെ. സാജു കുന്നുമേലച്ചന്റെ ഒപ്പം 4 അച്ഛന്മാരാണ് അന്ന് സ്ഥാനപ്പെട്ടത്. അതിൽ മുമ്പിൽ നിന്നയാളാണ് സാജു അച്ഛൻ. അതെ, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമണ്ഡലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നീ അനാദിയായി ശാശ്വതവാനായി ദൈവമാകുന്നു. നീ മർത്തിയിലെയും പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൗലോസ് അച്ഛൻ കഴിഞ്ഞ ഏറിയ നാളുകളായി കർത്താവിന്റെ ബയൽ പ്രദേശത്ത് കഠിനാധ്വാനം ചെയ്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ ദൈവം തന്റെ ദാസനെ ഉപയോഗിച്ച കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്ന് തിരുവനന്തപുരം വായിക്കുന്ന പോലെ പ്രിയ പൗലോസ് അച്ഛന്റെ ജീവിതകാലത്ത് താൻ കെട്ടിപ്പടുതായ അതേ ഈ പ്രവർത്തനവും താൻ സ്ഥാപിച്ച ഈ പ്രസ്ഥാനവും അനേകരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറക്കത്തക്ക നിലയിൽ തൻ്റെ മേലുണ്ടായിരുന്ന ആത്മശക്തിക്കും ദൈവത്തിന്റെ ഘോഷണത്തിനും പൗലോസിനെ പോലെ കർത്താവേ സകലവും ഛേദമെന്നെണ്ണിക്കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ നിന്റെ ദാസന് കൊടുത്ത വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ ദാസൻ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ പ്രിയ സക്രിയച്ചായനും പ്രിയ കുരിച്ചൻ പാസ്റ്ററും പറഞ്ഞപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അത് കേൾക്കുവാൻ തക്കനുടയായി. ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്തെല്ലാം മറ്റുള്ളവർ, അതായത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളാണല്ലോ അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്തോളം എത്ര നാൾ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഓർക്കത്തക്ക നിലയിൽ ആ പ്രവൃത്തികൾ പിന്തുടരത്തക്ക നിലയിൽ അനേക ഓർമ്മകൾ നിലനിൽക്കത്തക്കവണ്ണം അനേകരെ സഹായിപ്പാൻ, അനേക വേലസ്ഥലങ്ങൾക്ക് ചുമൽ കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ദാസൻ ഈ ലോകത്തിലായിരുന്ന സമയത്ത് താൻ വിശ്രമമില്ലാതെ യാതൊരു നിലയിലും റെസ്റ്റ് എടുക്കാതെ ശക്തിയായ സുവിശേഷ പ്രവർത്തനം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം വാർത്തെടുക്കുവാനും അനേക സുവിശേഷ വേലക്കാരെ വാർത്തെടുക്കുവാനും അനേക പാവങ്ങളെ സഹായിപ്പാനും ഏതുമില്ല എന്ന് എണ്ണിക്കൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്ത് നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിരക്കേട് എനിക്കായി വെച്ചിരിക്കുന്നു, അത് എഴുതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്ക് നൽകുമെന്നും പറഞ്ഞ പൗലോസിനെ പോലെ തന്റെ ദാസൻ ആ പ്രതിഫലം വിഭജിക്കുന്ന ദിവസം കർത്താവെ, നിന്റെ ദാസന് വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന ആ എല്ലാ പ്രിയപ്പെട്ട കർത്താവ് ആശ്വാസം കൊടുക്കണമേ. മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ പ്രസ്ഥാനം തുടർന്ന് വരുന്ന ദൈവദാസന്മാർ എല്ലാവരും കൂടി ശക്തിയായി പ്രവർത്തിച്ച് അതിന്റെ അതിർത്തിയെ വിശാലമാക്കണമേ. ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ, വാക്കുകൾ അച്ഛനെ കുറിച്ച് പറഞ്ഞത് അടിയനും പ്രചോദനം നൽകി. അതേ നിലയിൽ ഒരു അന്ത്യം മരിക്കാൻ അടിയനും സഹായിക്കണമേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഒരു ക്ലാസ് എടുക്കത്തക്കണ്ണുള്ള ഒരു നിലപാടല്ല എങ്കിലും സാജു അച്ഛനെ കുറിച്ച് അല്ല, നമ്മുടെ പൗലോസ് അച്ഛനെ കുറിച്ചുള്ള ആ നല്ല വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം തോന്നി. പൗലോസ് അച്ഛനെ കുറിച്ച്, കുന്നുമേലച്ഛനെ കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. സാജു അച്ഛൻ അമേരിക്കയിൽ വന്ന സമയത്ത് ആ സാജു അച്ഛനും ഞാനുമായിട്ട് കാണുവാനും, ഞാൻ അന്ന് ഓഡിയോ കാസറ്റുകളാണ് ഇറക്കിക്കൊണ്ടിരുന്നത്, ആരംഭ ശുശ്രൂഷ. ആ ഓഡിയോ കാസറ്റുകൾ മൊത്തം ഒരു ഘട്ടം അദ്ദേഹം കൊണ്ടുപോയതായിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. അദ്ദേഹം എന്നെ വളരെയധികം സ്നേഹിച്ചു. മലങ്കര ചർച്ചിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കേൾപ്പിച്ചതൊക്കെ എൻ്റെ സ്മരണയിലുണ്ട്. എന്നാൽ പൗലോസ് അച്ഛനുമായിട്ട് കൂടുതലായിട്ട് എനിക്ക് ബന്ധപ്പെടുവാൻ ഇടയായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ പലരിൽ നിന്ന് കേൾക്കുവാൻ ഇടയായി. ഇന്ന് പ്രിയ സക്രിയച്ചായിൽ നിന്ന് ആ ഒരു നല്ല വിവരണം കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം തോന്നി.
അതുപോലെ തുടർന്ന് കുര്യച്ചൻ പാസ്റ്ററും സംസാരിച്ച ആ നല്ല ഓർമ്മകൾ പങ്കിട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രചോദനം നൽകി. നമ്മൾ ജീവിക്കുന്ന കാലത്തോളം അത് മറ്റുള്ളവർക്ക് ഒരു ഓർമ്മ നിൽക്കത്തക്കവണ്ണം ഓർമ്മകൾ സമ്പാദിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകത്തക്ക നിലയിൽ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഓർമ്മകളാണ്, നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ പിന്തുടരുന്നത്. ഈ ലോകത്ത് വീട് പണിയുന്നതോ സമ്പാദ്യം ഉണ്ടാക്കുന്നതോ അല്ല പിന്തുടരുന്നത്. നമ്മൾ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തോ ആ പ്രവൃത്തികൾ പിന്തുടരുന്നതനുസരിച്ചാണ് ഭാവിയിൽ നമുക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. ആകയാൽ ഇന്ന് ഈ ഓർമ്മകൾ കേട്ട പ്രിയപ്പെട്ടവരെല്ലാം തങ്ങളുടെ ജീവിതം ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചിട്ട് ജീവിക്കുന്ന കാലത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും പൗലോസച്ചൻ കാണിച്ച ആ നല്ല മാതൃകയെ പിൻപറ്റുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞ് കർത്താവിന്റെ സന്താനത്തിലേക്ക് പോകുമ്പോൾ വലിയ പ്രത്യാശയോടെയാണ് പോയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. താൻ പ്രിയം വെച്ച കർത്താവിലേക്ക് വിശ്രമിപ്പാൻ പോയതാണ്. നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഇപ്പൊ അച്ഛൻ വേർപെട്ട് പോയതിൽ എല്ലാവരും ദുഃഖിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരന് അമേരിക്കയിലേക്ക് വരാൻ തക്കോണം വിസ കിട്ടി. അന്ന് കൊച്ചി എയർപോർട്ടാണ്. ആ കൊച്ചി എയർപോർട്ടിൽ, ആ ചെറിയ എയർപോർട്ടിൽ വന്ന് ബോംബെക്ക് പ്ലെയിൻ കയറാൻ വന്ന് നിന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനാണ് യാത്ര അയക്കാൻ വന്നത്. ആ യാത്ര അയക്കാൻ വന്ന സന്ദർഭത്തിൽ ഈ സഹോദരൻ പോകുമ്പോൾ എയർപോർട്ടിൽ കിടന്ന് എൻ്റെ മാതാപിതാക്കളെല്ലാം കൂടെ വാവിട്ട് കരഞ്ഞു. കാരണം അന്നത്തെ കാലല്ലേ, വാവിട്ട് കരഞ്ഞു. എന്നാൽ താൻ ന്യൂയോർക്കിൽ ചെന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മൂത്ത സഹോദരനാണ് സ്വീകരിക്കാൻ വന്നത്. ആ സഹോദരൻ സ്വീകരിക്കാൻ വന്നപ്പോൾ ചിരിച്ചോണ്ടാണ് വരുന്നത്. ആ എയർപോർട്ടിൽ തമ്മിൽ കണ്ടപ്പോൾ വലിയ സന്തോഷം. കൊച്ചി എയർപോർട്ടിൽ ഈ സഹോദരനെ യാത്ര അയക്കാൻ പോയ പ്രിയപ്പെട്ടവര് ദുഃഖിക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു. എന്നാൽ ന്യൂയോർക്ക് എയർപോർട്ടിൽ ഈ പ്രിയപ്പെട്ടവൻ ചെന്ന് ഇറങ്ങിയപ്പോൾ അതിനെ സ്വീകരിക്കാൻ വന്ന മൂത്ത സഹോദരൻ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തു. ഇതുപോലാണ് നമ്മുടെ വേർപാട്. ഈ ലോകത്ത് നിന്ന് നമ്മൾ വേർപെടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ദുഃഖിക്കുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ ഒന്നിച്ച് ആ കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് പൗലോസച്ചൻ ഇപ്പോൾ അവിടെ വിശ്രമിക്കുന്നു. ഇനി ഒരു ദിവസം ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുന്ന വേളയിൽ ആ വിശ്രമ സ്ഥലത്ത് നിന്ന് തൻ്റെ ആത്മാവ് ശരീരത്തോടെ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് ഒന്നിച്ച് നമ്മളെല്ലാവരും കൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന ആ പ്രത്യേക സന്ദർഭം ഓർക്കാം. ഇവിടുന്ന് വേർപാട് വരുമ്പോൾ ഇവിടുന്ന് ഒരു കൂട്ടർ ദുഃഖിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മകൻ വന്നല്ലോ എന്നുള്ള വലിയ സന്തോഷം, ആ സ്വീകരണമാണ്. ഇപ്പൊ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ദുഃഖം കണ്ടുകൊണ്ട് പൗലോസച്ചനെ ഞാൻ തിരിച്ചങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ച് നീ പോണെന്ന് പറഞ്ഞാൽ അച്ഛൻ പോരത്തില്ല. കാരണം അവിടെ കർത്താവേ എന്നെ വിടല്ല, എനിക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നേ പറയത്തുള്ളൂ. കാരണം അത്രയ്ക്ക് സന്തോഷമാണ്. ദുഃഖമില്ലാത്ത ആ ദേശത്ത് കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന, ആ വിശ്രമിക്കുന്ന ആ സന്ദർഭം, അതിനെക്കുറിച്ചൊക്കെ ആ നിലയിൽ ഒക്കെ ഉള്ള സന്തോഷം ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മുടെ വെളിപ്പാട് ദിവസം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളും താമസിയാതെ അവിടെ എത്തും. ആ കർത്താവിനെ കണ്ട് നമുക്ക് ആരാധിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദുഃഖിതരായിരിക്കുന്ന മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ ദൈവമക്കൾക്കും എന്റെയും ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന അറ്റലാന്റ ചർച്ച് ഫോറിന്റെയും അനുശോചനം ഈ സമയം അറിയിച്ചുകൊണ്ട് അല്പസമയം മാത്രം നമുക്ക് ദൈവവചനം പങ്കിടാം. കാരണം ഇന്ന് ക്ലാസ് വെച്ചത് ഈ നിലയിൽ ഒരു അനുശോചന മീറ്റിംഗ് കൂടാണ് നമ്മുടെ ഇത്. പൗലോസത്തിന്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഉള്ളിൽ നിൽക്കട്ടെ. ഇന്ന് ഇത്രയും കേട്ടപ്പോഴാണ് എനിക്കും അദ്ദേഹത്തെ കുറിച്ചുള്ള വിശദമായ ഒരു അറിവ് കിട്ടുന്നത്. ദൈവത്തിന് പറ്റി ഇങ്ങോട്ട് വാക്കുണ്ട്, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. നമ്മളെ നടത്തിയ കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ് പൗലോസച്ചൻ, കുന്നുമേലച്ചൻ. അവരുടെ ജീവാവസാനം ഓർക്കണമെന്നാണ് പറഞ്ഞത്. അവരുടെ ജീവാവസാനം, അവരുടെ ആരംഭം ഓർക്കണമെന്നല്ല, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ.
പൗലോസച്ചൻ താൻ ജീവിച്ച കാലത്തോളം നല്ല സാക്ഷ്യമുള്ളവനായി ജീവിച്ചു. അനേക പാവപ്പെട്ടവരെ സഹായിച്ചു. അനേകർക്ക് പാർസനേജിന്റെ കാര്യത്തിൽ ഒത്താശകൾ ചെയ്തു കൊടുത്തു. അദ്ദേഹം ഊണും ഉറക്കമില്ലാതെ താൻ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കഴിപ്പിക്കത്തക്ക നിലയിൽ, കൂട്ടുവേലക്കാരെ ഓർക്കത്തക്ക നിലയിലുള്ള ഒരു പ്രത്യേക ആത്മനിയോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ അവസാന സമയമായപ്പോൾ താന് ദൈവസന്നിധിയിൽ കൂടുതലായിട്ട് അടുക്കുവാനും അനേകരെ ഓർത്ത് മധ്യസ്ഥ വഹിപ്പാനും അവസാനമായി എല്ലാവരുടെയും നല്ല ഒരു സഹകരണം പ്രാപിച്ചുകൊണ്ട് നല്ല ഒരു അന്ത്യം പ്രാപിപ്പാനിടയായി. പക്ഷെ കുരീച്ചൻ്റെ ഒക്കെ മുഖം കാണുമ്പോൾ എന്തുമാത്രം ദുഃഖം ഞാൻ ആ മുഖത്ത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ആ പാർസനേജിൽ നല്ല കക്കൂസൊന്നുമില്ല. ഞാൻ പാർസനേജ് ഇവിടെ തന്നെ ഞാൻ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഒരുവിധ സൗകര്യമുള്ള ഒരാൾ വന്ന് വിളിച്ച വേളയിൽ ആ സൗകര്യമായ വീട്ടിൽ ഞാൻ വരുന്നില്ല, ഈ പാർസനേജിൽ തന്നെ ഞാൻ ഉറങ്ങും എന്ന് പറഞ്ഞത് അതും കെ.എ. സാറിനൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ഗുണമായിരുന്നു. അതേപറ്റി ഞാൻ എങ്ങനെയാ വിവരിക്കുന്നത്? ഒരു മത്തായച്ചന്റെ ഭവനത്തിൽ താന് കെ.എ. സാറ് നേരെ കൺവെൻഷൻ നടത്താൻ മത്തായപ്പച്ചൻ തീരുമാനിച്ച് വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ണി സാറിന് ഒരു സൗകര്യമായ ഒരു കട വാടകയ്ക്കെടുത്ത് അവിടെ താമസ സൗകര്യം ഒരുക്കിയായിരുന്നു. മത്തായച്ച അപ്പച്ചൻ പറഞ്ഞു, സാറേ ഇവിടെ കിടന്ന് ഉറങ്ങാനൊക്കത്തില്ല, ഞാൻ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ വീട് ഓല കെട്ടിയ വീടാണ്, മഴ പെയ്താൽ വെള്ളം മുഴുവൻ അകത്തോട്ട് വീഴും, അതുകൊണ്ട് ഇവിടെ ഉറങ്ങാനുള്ള സൗകര്യമില്ല. എനിക്ക് 5-8 കുഞ്ഞുങ്ങളാ, എല്ലാം എഴുന്നേറ്റ് ഉണരും, വലിയ പ്രശ്നമായിരിക്കും, സാറിന് ഉറങ്ങാനൊക്കത്തില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം മത്തായിച്ച അങ്ങനെ പറയരുത്, ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞ് അന്ന് രാത്രിക്കാലം അവിടെ കട്ടിലൊന്നുമില്ല, ഒരു കൊറണ്ടിപ്പല എടുത്തു കൊടുത്തു. ആ കൊറണ്ടിപ്പല ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് പറഞ്ഞത്. അതിനുശേഷം ഒരു പായ എടുത്തു കൊടുത്ത് ആ പായ കിടന്ന് അദ്ദേഹം കിടന്നില്ല, 2 കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചു, ഈ മത്തായിച്ചന്റെ കൂടുതൽ അനുഗ്രഹിക്കപ്പെടണമേ, ഈ ഭവനം അനുഗ്രഹിക്കപ്പെടണമേ, ഈ ചെറ്റക്കുടൽ വ്യത്യാസപ്പെടുത്തണമേ, കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണമേ. നോക്കണമേ, ഉണ്ണുണ്ണി സാറിന്റെ ആ സ്വഭാവം എന്നെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ജീവിതത്തിലൊക്കെ വായിച്ച സന്ദർഭത്തിൽ അതൊക്കെയാണ് എൻ്റെ വിശ്വാസത്തെ ഏറ്റവും ഉറപ്പിക്കാൻ തക്കണം ഇടയായത്. ഇന്ന് 74 വയസ്സായി, ഇപ്പോഴും ആ ദൈവദാസന്മാര് കാണിച്ച മാതൃക അത് ഞാൻ ചിന്തിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് കാനച്ചനോട് 3 വർഷം ഏറ്റു പറഞ്ഞ നടന്നാണ് അദ്ദേഹത്തിന്റെ ആ നേച്ചർ, സ്വഭാവം, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അല്പസമയമുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു വാക്യം വായിച്ച അല്പസമയം നമുക്ക് ചിന്തിച്ചിന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.